തമ്പുരു, നാശമേ, എടി തമ്പുരു, ഈ നാശത്തിന് എന്താ ചെവി കേൾക്കില്ലേ? ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ജാനി പറഞ്ഞു. എന്താടി? ജാനിയുടെ ചവിട്ടും തുള്ളലും കേട്ടപ്പോൾ തുടയ്ക്കുന്ന മോപ്പ് താഴെയിട്ട് മെറിൻ ഓടി വന്നു. ഓ, എന്താ? ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ചോളാം, അതിനിങ്ങനെ കിടന്ന് തുള്ളണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരുമോളും അവിടേക്ക് വന്നു. ഈ പേനയുടെ ടോപ്പ് എവിടെയാ? പേന തമ്പുരുവിന് നേരെ നീട്ടിക്കൊണ്ട് ജാനി ചോദിച്ചു. ചോദ്യം കേട്ട് തമ്പുരു ആദ്യം ഉമിനീരിറക്കി. അതിന് ടോപ്പില്ല തമ്പുരു. ടോപ്പില്ലെന്നോ? ഈ പേന വാങ്ങിച്ചപ്പോൾ ടോപ്പ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ അതിന് ടോപ്പ് ഇല്ലാതെയായത്? ജാനി വിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കാണാനില്ല, ഞാൻ കുറേ നോക്കി തമ്പുരു. നിനക്കൊന്നും ബുദ്ധിമുട്ടിൻ്റെ വിലയറിയില്ല. വിചാരിക്കുമ്പോഴേക്കും സാധനങ്ങൾ അടുത്ത് കിട്ടുന്നത് കൊണ്ടാ നിനക്കൊന്നും ഇതിൻ്റെ വിലയറിയാത്തത്. ബൾക്കായി പേനയും പെൻസിലും ഒക്കെ വാങ്ങിച്ചു തരുന്നത് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരാതെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചാ. എന്നിട്ട് എന്താടി ഈ കാര്യം? ഒരു പേനയ്ക്കും അവൾക്ക് ടോപ്പില്ല. ടോപ്പില്ലാതെ പേന ഉപയോഗിച്ചാൽ അത് വേഗം കേടുവരും, പിന്നെ തെളിയാതെയാകും. അങ്ങനെ തെളിയാതെ വന്നാൽ നിനക്ക് പുതിയതെടുക്കാമല്ലോ, സങ്കടത്തോടെ ജാനി പറഞ്ഞു. ഓ, ഒരു പേനയുടെ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞ് എന്തിനാ ജാനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കുട്ടികളായാൽ അങ്ങനെ തന്നെയല്ലേ? മെറിൻ അവളെ സമാധാനിപ്പിച്ചു. ഒരു പേനയോ? എന്നും അങ്ങനെ തന്നെയാണ്. പേനയും പെൻസിലും മാത്രമല്ല, എന്ത് സാധനങ്ങളും ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്താലും ഒരു വിലയുമില്ല. ഈ വർഷം തന്നെ നല്ല വില കൂടിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ അതിലെ പ്രൊട്രാക്ടർ കാണാനില്ല. എല്ലാവരും പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുമ്പോൾ ഇവൾക്ക് മാത്രം വരയ്ക്കാനില്ല. അവസാനം ഞാൻ വില കുറഞ്ഞ ഒരു പ്രൊട്രാക്ടർ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നിനക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഇവളുടെ പിറന്നാളിന് തുണിയെടുക്കാൻ പോയപ്പോൾ ഇവൾക്ക് അവിടെ ഒരു ഫ്രോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അത് വേണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് കരുതി ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടെന്താ, ഒരു പ്രാവശ്യം മാത്രം അവൾ അത് ധരിച്ചു. പിന്നെ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അലമാരിയിൽ ഇരിപ്പായി. എത്ര വലിയ വിലയുടെ ഫ്രോക്കാ അത്! വിചാരിക്കുന്നതൊക്കെ മുമ്പിൽ കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണ് പെണ്ണിന്. ജാനി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ജാനി, നീ അത് വിട്ടുകളാ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒന്നിനും ക്ഷാമമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു സാധനത്തിനും വലിയ മൂല്യമൊന്നും അവർ കൽപ്പിക്കില്ല. മെറി, ഈ ചേച്ചിയുടെ ഒരു കാര്യം, നിസ്സാര കാര്യം മതി അതിൽ പിടിച്ച് കയറാൻ. ചേച്ചി എനിക്ക് ചിലവ് തരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ചെയ്യുന്ന ചിലവുകളൊക്കെ എഴുതി വെച്ചോ, എന്നെങ്കിലും ഞാൻ അതൊക്കെ തിരിച്ചു തരും തമ്പുരു. അതേടി, നീ തിരിച്ചു തരും. പക്ഷേ എന്തൊക്കെ നിനക്ക് തിരിച്ചു തരാൻ കഴിയും? കണ്ണുകൾ നിറച്ചുകൊണ്ട് ജാനി പറഞ്ഞു. തമ്പുരുമോളെ, നീ അടുക്കളയിലേക്ക് പോയേ, മെറിൻ തമ്പുരുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ജാനിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ജാനി ഇത്? അവൾ കുട്ടിയല്ലേ. നീ പേനയുടെ കാര്യമൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാ, അല്ലാതെ ഉള്ളിൽ തട്ടി പറയുന്നതൊന്നുമല്ല മെറിൻ. എൻ്റെ മെറിനെ, നിനക്കറിയാമോ, ഇവളുടെ ഈ പ്രായത്തിലാണ് ഞാൻ ഒരു കൈക്കുഞ്ഞായി ഇവളെ നോക്കാൻ തുടങ്ങിയത്. ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. എൻ്റെ 10ാം ക്ലാസ് എക്സാമിൻ്റെ തലേ ദിവസം ഇവൾ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. നേരം വെളുക്കുന്നത് വരെ ഞാൻ ഇവളെ എൻ്റെ മടിയിലിരുത്തിയാണ് പഠിച്ചത്. അതുപോലെ പഴയ ലെക്സിയുടെ പേനയില്ലേ, അതാ ഞാൻ ഉപയോഗിച്ചിരുന്നത്. പേനയിലെ മഷി തീർന്നാൽ പിന്നെ ട്യൂബ് വാങ്ങിയിടും. പേനയിലെ മഷി തീരാതിരിക്കാൻ എൻ്റെ പഴയ സ്ലേറ്റിലാണ് ഞാൻ എഴുതി പഠിച്ചിരുന്നത്. ഒരു ബുക്ക് വാങ്ങാനും പേന വാങ്ങാനും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങാനും ഒക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ. ഞാൻ അനുഭവിച്ച വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെയും 1% പോലും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അഹങ്കാരമാണ് അവൾ ഈ കാണിക്കുന്നതൊക്കെ. നെഞ്ചു നീറി കരഞ്ഞുകൊണ്ട് ജാനി പറഞ്ഞു. എൻ്റെ ജാനി, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയും തോറും അവർക്ക് നമ്മളോട് ദേഷ്യവും പുച്ഛവും കൂടുകയുള്ളൂ. മെറിൻ സങ്കടം സഹിക്കാതെയായപ്പോൾ തൂത്തിരുന്ന ചൂല് താഴെയിട്ട് ജാനി ഓടി മുറിയിൽ കയറി വാതിലടച്ചു. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. എന്തെങ്കിലും പണിയുള്ള ദിവസം ചേച്ചിയും അനുജത്തിയും കൂടി എന്തെങ്കിലും പറഞ്ഞ് തല്ലുകൂടി നെഞ്ചത്തടിയും നിലവിളിയും ഒക്കെയാവും. അവസാനം അവർ വഴക്കിട്ട് രണ്ടിടത്തായി പോയി കിടക്കും. പണി മുഴുവൻ ഞാൻ എടുക്കണം. ഇവിടുന്ന് താമസം മാറ്റേണ്ട സമയം അതിക്രമിച്ചു, മെറിൻ ചിന്തിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തമ്പുരു ജാനിയെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെന്നു.
ജാനി അപ്പോൾ എന്തോ ചിന്തിച്ച് കിടക്കുകയാണ്. സോറി ചേച്ചി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അതിൻ്റെ ടോപ്പ് എവിടെയോ പോയി. ഞാൻ കുറേ നോക്കി, കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പേന താഴെ വീഴാതെ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തമ്പുരു, നീ എന്നും ഇങ്ങനെ തന്നെയാണ്. ഒരു സാധനത്തിനോടും ഒരു വിലയുമില്ല. ബുക്കായാലും പേനയായാലും തോന്നിയതുപോലെ ഉപയോഗിക്കും. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നതെന്ന് എന്താ മോളെ നീ മനസ്സിലാക്കാത്തത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ചേച്ചി ഇതൊക്കെ പറയുന്നത്. കാര്യം നിസ്സാരമാണ്. ചെറിയൊരു പേനയുടെ ടോപ്പ് പോയാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയല്ലേ? ബുക്ക് സൂക്ഷിക്കില്ല, പേന സൂക്ഷിക്കില്ല. സങ്കടം കൊണ്ടാ ചേച്ചി ഇതൊക്കെ പറയണേ. എന്നാൽ ഞാൻ പറയുന്നത് കേട്ടെങ്കിലും നിനക്ക് അനുസരിച്ചുകൂടെ? ജാനി അല്പം ശാന്തതയോടെ പറഞ്ഞു. സോറി ജാനിക്കുട്ടി, ഇനി അത് പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കല്ലേ. എനിക്ക് വിശക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞില്ലേ ഇന്ന് പുറത്തു പോയി ആഹാരം കഴിക്കാമെന്ന്. വാ, നമുക്കിന്ന് മാളിൽ പോയി ഫുഡ് കഴിക്കാം. തമ്പുരു ജാനിയെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ മാത്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ജാനി. ഓ, തുടങ്ങി. തമ്പുരു മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ ചേച്ചി, ഞാൻ വന്നിട്ട് പഠിച്ചോളാം. വാ, എണീക്ക് എന്ന് പറഞ്ഞ് അവൾ ജാനിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ആ ഉമ്മയിൽ ചേച്ചിയുടെയും അനുജത്തിയുടെയും പിണക്കം അലിഞ്ഞില്ലാതായി. ഞാനേ ചേച്ചി വാങ്ങിത്തന്ന ആ പിറന്നാളിൻ്റെ ഡ്രസ്സാണ് എന്നിടുന്നത്, തമ്പുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാളും ഡ്രസ് ചേഞ്ച് ചെയ്ത് ലിവിങ് ഏരിയയിലേക്ക് വന്നു. അയ്യോടി, നീ ഡ്രസ്സ് മാറിയില്ലേ? മെറിനോടായി ജാനി ചോദിച്ചു. ഓ, ഇപ്പോൾ നിങ്ങൾ ചേച്ചിയും അനുജത്തിയും ഒന്നായി അല്ലേ? അല്ലെങ്കിലും എന്നും ഇവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വഴക്കിട്ട് രണ്ടു വഴിക്ക് പോകും. ബാക്കിയുള്ള ജോലി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം. ഇന്നത്തെ ജോലി മുഴുവൻ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നാളെ ഞാൻ ഒരു ഗ്ലാസ് ചായ പോലും വെക്കില്ല. ചേച്ചിയും അനുജത്തിയും കൂടി നാളെ എല്ലാ ജോലികളും ചെയ്യണം എന്ന് പറഞ്ഞ് ചവിട്ടിത്തുള്ളി മെറിൻ ഡ്രസ്സ് മാറാൻ പോയി. മൂന്നാളും ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടി ജാനി എടുത്ത് സ്റ്റാർട്ടാക്കി. പുറകിൽ തമ്പുരുമോള കയറ്റി. മറ്റൊരു സ്കൂട്ടി മെറിനും എടുത്തു. അവർ ഫ്ലാറ്റിൻ്റെ ഡോറ് കടന്ന് പുറത്തേക്ക് പോയതും ഒരു ഓഡി കാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു.